നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം അടുത്തിടെ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും അതേപോലെ തന്നെ AI എന്തുമാത്രം നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതും അതിൻ്റെ പിന്നിലുള്ള ചില കെണികളുമാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. അദ്ദേഹം അടുത്തിടെ എന്ന് പറയുമ്പോൾ 1.5 വർഷങ്ങൾക്ക് ഉള്ളിൽ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം ഫ്രീ ആയിട്ട് എവിടെ നിന്നോ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സും ഒക്കെ ചെയ്തു ഓൺലൈനായിട്ട്. ഇതേ തുടർന്ന് എൻ്റെ സുഹൃത്തിന് ഒട്ടനേകം ടെക്നിക്കൽ അനാലിസിസ് ടേംസ് ഒക്കെ പഠിക്കാനിടയായി. ആത്യന്തികമായി അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ടും അടുത്തിടെ ITIT സ്കൂളിൽ AI കുറിച്ചുള്ള കുറേ ക്ലാസ്സുകളൊക്കെ ലഭിച്ചതുകൊണ്ടും അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസും അതേപോലെ തന്നെ സ്റ്റോക്ക് സെലക്ഷനും ഒക്കെ വേണ്ടിയിട്ട് AI ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സ്കെയിലബിലിറ്റി സ്കൂളിൻ്റെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ക്ലാസ്സിൻ്റെ അകത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലൊക്കെ ട്രെയിനിങ് ക്ലാസ്സിൽ നടക്കുന്നത് AI സ്കൂളിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതേ കാര്യം തന്നെ അദ്ദേഹം സ്കെയിൽ ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലൊക്കെ പോയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ചാർട്ടിൻ്റെ, എന്നിട്ട് അതൊരു ഇമേജ് ആയിട്ട് ChatGPTക്ക് കൊടുക്കുക. അതുപോലെയുള്ള ഏതെങ്കിലും ജനറേറ്റീവ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിന് കൊടുക്കുക. അതിനകത്ത് ഒരു അഭിപ്രായം ചോദിക്കുക. ഇദ്ദേഹവും ഇത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ GPT-കളിലൊക്കെ ഉള്ള അവഗാഹം വെച്ചിട്ട് ഈ കാര്യം ചെയ്തു. ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം ഇരുന്ന് ഇത്തരത്തിലുള്ള കുറേ സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്തു. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം, അദ്ദേഹം 1-2 സ്റ്റോക്കുകൾ എനിക്ക് അയച്ചു തന്നിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. സത്യത്തിൽ പറയട്ടെ, അതിൽ പകുതിയേറെ സ്റ്റോക്കുകൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടില്ലാത്തവ പോലുമാണ്. ചിലതൊക്കെ പെനി സ്റ്റോക്കുകളാണ്, ചിലതൊക്കെ മിഡ് ക്യാപ് സ്റ്റോക്കുകളാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു സ്പെക്ട്രം ഓഫ് സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു കാലത്തും കടന്നുകൂടാത്ത സ്റ്റോക്കുകളായിരുന്നു. ഞാൻ എൻ്റെ ലഭ്യമായിട്ടുള്ള അറിവുകളൊക്കെ വെച്ച് മിക്ക സ്റ്റോക്കുകളും ഒരു ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും റിസ്ക് കുറവ് എന്ന് ഞാൻ അറിയിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ AI പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഇത് അനലൈസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ 90% നല്ലതാണ് എന്നാണ് അത് പറഞ്ഞത്. നാട്ടുകാരൊക്കെ പറയുന്ന പോലെ നിങ്ങൾ എല്ലാ സ്റ്റോക്കിനെ കുറിച്ചും വേണ്ടാത്തത് മാത്രമേ പറയുകയുള്ളൂ, വളരെ നെഗറ്റീവാണ് വൈബ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഡിസ്കഷൻ്റെ ഒരു ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അദ്ദേഹം കൂടുതൽ സംസാരിച്ചപ്പോൾ, കാരണം ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ട് കൂടി ഇരുന്ന് സംസാരിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്തരത്തിലാണ് സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്യുന്നതും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കുറച്ച് എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം തന്നെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഈ സ്റ്റോക്കുകളിലേക്ക് ചിലതൊക്കെ പാറ്റേൺ എടുത്തിടുമ്പോൾ ആദ്യത്തെ തവണ പല സ്റ്റോക്കുകളും പറഞ്ഞിരുന്നത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അറിവ് വെച്ചിട്ട് ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ അല്ലേ, ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് റിവേഴ്സലിന് സാധ്യതയില്ലേ എന്നെല്ലാം ചോദിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ChatGPT തന്നെ ChatGPTയുടെ സ്റ്റാൻഡ് മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് ന്യായമായി കണ്ടെത്തിയ ഒരു കാരണം, ChatGPT എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും ChatGPT കുറെ ലേൺ ചെയ്തു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ChatGPT നിലപാട് മാറ്റുകയും പല സ്റ്റോക്കുകളും മുമ്പ് നല്ലതല്ല എന്ന് പറഞ്ഞത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്തു. എന്നോട് ചോദിച്ചത് എനിക്കിതേപോലെ നിലപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട്, ഈ സ്റ്റോക്കുകളുടെ മുകളിലുള്ള അഭിപ്രായം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വല്ല പരിപാടി ഉണ്ടോ എന്നാണ്. ഇത് ഒരു അനുഭവമാണ്, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും AI പ്ലാറ്റ്ഫോംസ് ഹാലുസിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഹാലുസിനേറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മലയാളത്തിൽ തത്തുല്യമായിട്ടുള്ള ഒരു പദം ആണോ എന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ഭ്രമാത്മകത എന്നുള്ളത്. മതിഭ്രമമല്ല, ഭ്രമാത്മകത. ചിലതൊക്കെ കാണുമ്പോൾ ഇത് ശരിയല്ലേ അതും ശരിയല്ലേ എന്ന് പറയുകയും വലിയൊരു പരിധി വരെ ചോദിക്കുന്ന ആളെ മുഷിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡുകൾ മാറ്റുകയും ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ അകത്ത് വരുന്നു എന്നുള്ളതാണ്. പലയിടത്തും നമ്മളിത് ChatGPTയോ ഇതേപോലെയുള്ള പല ജനറേറ്റീവ് അൽഗോരിതംസ് ഇതേപോലെ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പല ഇതും വായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ വായിച്ചതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് അടുത്തിടെ പുറത്തു വന്നത്. ഇത് പുറത്തു വന്നത് തെളിവാണെന്ന് പറയുന്നതിന്റെ കാരണം വെറുതെ ഏതെങ്കിലും ജേർണലിസ്റ്റ് കയറി ഇന്ന് എഴുതിയതല്ല. ഇത് ഡെലോയിറ്റ് പോലത്തെ ലോകത്തിലെ മുൻനിര കൺസൾട്ടിംഗ് ഫേമിന് പറ്റിയ ഒരു അമളിയെക്കുറിച്ചാണ്. ഡെലോയിറ്റിന് പറ്റിയ അമളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിന് എങ്ങനെയാണ് ആദ്യം നെഗറ്റീവ് എന്നും പിന്നീട് അത് പോസിറ്റീവായിട്ട് ChatGPT മാറ്റി പറഞ്ഞത് എന്നുള്ള ഒരു ഐഡിയയും കിട്ടും. 2025 ജൂലൈയിൽ ഓസ്ട്രേലിയയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് ഡെലോയിറ്റിന് ഒരു കൺസൾട്ടേഷൻ പ്രോജക്റ്റ് നടന്നു. ആ പ്രോജക്റ്റ്
റിവ്യൂ ഓഫ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് പീനലൈസിങ് വെൽഫെയർ റെസിപ്പിയൻസ് എന്നാണ്. അതായത് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്, അത് AI സിസ്റ്റംസ് ആയിരിക്കണം നിർബന്ധമില്ല, ഇതുപോലത്തെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഈ വെൽഫെയർ പെൻഷനും ഒക്കെ ലഭിക്കുന്നവർക്ക് ചിലരെയൊക്കെ കണ്ടെത്തുകയും അവർക്ക് പെനാൽറ്റി ഒക്കെ ഇടുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസൾട്ടേഷനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് ഡെലോയിറ്റിന് അവാർഡ് ചെയ്തത്. ഇതിന്റെ കോൺട്രാക്ട് വാല്യൂ $4,40,000. കുറച്ചേറെ ആഴ്ചകൾക്ക് ശേഷം ഈ റിപ്പോർട്ട് ഡെലോയിറ്റ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ ഹെൽത്ത് ആൻഡ് ലോ സെന്ററിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ക്രിസ്റ്റഫർ റെഡ്ജ് ഇതിൽ ചില അപാകതകളൊക്കെ കണ്ടുപിടിച്ചു. കാരണം ഈ റിപ്പോർട്ടിന്റെ അകത്ത് റിപ്പോർട്ടുകൾക്കൊക്കെ അവസാനം റെഫറൻസ് ഒക്കെ കൊടുക്കുന്ന പോലത്തെ സൈറ്റ് ചെയ്തത്, അത് ഒരു സൈറ്റേഷൻ കൊടുത്തിരുന്നത് ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ തന്നെ കൂടെ പണിയെടുക്കുന്ന പ്രൊഫസർ ലിസ ബർട്ടനെ കുറിച്ചാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സൈറ്റേഷൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു പേപ്പർ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായിട്ടുള്ള പ്രൊഫസർ ലിസ ബർട്ടൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു റെഫറൻസ് സൈറ്റ് ചെയ്തത് ഫെഡറൽ കോർട്ടിന്റെ ഒരു ന്യായവിധിയെ കുറിച്ചുള്ളതാണ്. അങ്ങനത്തെ ഒരു ന്യായവിധിയും ഇല്ല. ആ ന്യായവിധി നടത്തിയെന്ന് പറയപ്പെടുന്ന ന്യായാധിപൻ ജസ്റ്റിസ് ഡേവിസ് ആണ്, ജെന്നിഫർ ഡേവിസ്. അപ്പോൾ ഇത് സൈറ്റേഷനിലുള്ള ചെറിയൊരു എറർ ആണെന്നുള്ള രീതിയിൽ കരുതാൻ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലും കരുതാൻ പറ്റുന്നില്ല. കാരണം മുഴുവനുമായിട്ടുള്ള ന്യായവിധി, ഇല്ലാത്ത ഒരു ന്യായവിധി സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതപ്പെട്ടു. ഇതിനെ തുടർന്ന് പ്രൊഫസർ റെഡ്ജ് ഇത്തരത്തിലുള്ള 20ഓളം ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള റെഫറൻസുകൾ അത് ഫിനാൻഷ്യൽ റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ചു. ഈ 20 ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇല്ലാത്ത റിസർച്ചേഴ്സിനെ കുറിച്ചും ഇല്ലാത്ത ന്യൂസ് പേപ്പർ ഹെഡിങ്സിനെ കുറിച്ചും ഇല്ലാത്ത ന്യായവിധികളെ കുറിച്ചും എല്ലാം ഉൾപ്പെടുന്നു. അതായത് മൊത്തം ഈ ഒരു കൺസൾട്ടേഷൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു നോവൽ പോലെ, ഒരു ഫിക്ഷൻ പോലെയാണ് അവതരിക്കപ്പെട്ടത് എന്ന് കാര്യം. ഇതിനെ തുടർന്ന് വലിയൊരു പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഡെലോയിറ്റ് ആദ്യം ഒന്നും പ്രതികരിച്ചില്ല. AI ഉപയോഗം നടത്തിയിരുന്നോ ഈ ഒരു കൺസൾട്ടേഷൻ പേപ്പർ ഉണ്ടാക്കാൻ എന്നുള്ളത് അതിനും പോലും പ്രതികരിച്ചില്ല. ഓഗസ്റ്റ് മാസത്തിൽ പക്ഷേ ഒരൊറ്റ റിപ്ലൈ മാത്രം നൽകി, ഈ മൊത്തം റിപ്പോർട്ട് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് ഒക്ടോബർ 4 2025 ഒരു കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ വീണ്ടും നൽകി. ഈ ഒരു റിപ്പോർട്ടിന്റെ പേജ് നമ്പർ 58 പറയുന്ന ഒരു കാര്യം ഒരു ഡിസ്ക്ലോഷർ മാത്രമാണ്. അതായത് ജനറേറ്റീവ് AI ഉപയോഗിച്ചു, അതായത് ChatGPT പോലെയോ ജെമിനി പോലത്തെയോ ഒക്കെ ഉപയോഗിച്ചു അനലിറ്റിക്കൽ വർക്കിന് വേണ്ടിയിട്ടും ഡാറ്റ കളക്ഷനും വേണ്ടിയിട്ടും. പക്ഷേ മുൻപ് സംഭവിച്ച തെറ്റിനെ കുറിച്ചൊന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. ഓസ്ട്രേലിയൻ പാർലമെന്റിലുള്ള സെനറ്റർ ബാർബറ പെഗോക്ക് പറഞ്ഞത് ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരു ഫസ്റ്റ് ഇയർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിന്റെ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുകളിൽ പോലും കാണപ്പെടുക ഇല്ല എന്നുള്ളതാണ്. വളരെ സത്യമാണെന്നുള്ളത് നമുക്കും മനസ്സിലാവും. ഈ പ്രശ്നങ്ങളെ ഒക്കെ തുടർന്ന് ഡെലോയിറ്റ് വാങ്ങിച്ച പണത്തിന്റെ ഒരു പങ്ക് തിരിച്ചു കൊടുത്തു. എത്രയാണ് കൊടുത്തതെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, പക്ഷെ എന്തായാലും കുറച്ചു കൊടുത്തു. അപ്പോൾ പറയാൻ വന്നൊരു കാര്യം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ജനറേറ്റീവ് അൽഗോരിതംസ് ChatGPT ആകട്ടെ, ജെമിനി ആകട്ടെ, ഏതെങ്കിലും ആകട്ടെ, ഇവയെല്ലാം വളരെയധികം ഡാറ്റയൊക്കെ സെർച്ച് ചെയ്തെടുത്ത് അനലൈസ് ചെയ്യുന്നു. പക്ഷേ ഹാലുസിനേഷൻ എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ അവിടെയുണ്ട്. അതായത് യൂസർ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യൂസർക്ക് അനുസരിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കുന്ന ഒരു സ്വഭാവം വളരെയധികം അധികരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ 10,000-കണക്കിനായിട്ട് വരുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളിലൊക്കെ ചെന്ന് ചാടുന്നവർ ഈ AI തരുന്ന എല്ലാ റിസൾട്ടുകളും ശരിയാണ് എന്ന രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാതിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ എടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, അതിനെ തുടർന്ന് നിങ്ങൾ എടുത്ത നിങ്ങളുടെ പൊസിഷൻസ്, ഇവയെല്ലാം മാറ്റാൻ പിന്നീട് സാധ്യമല്ല. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനാലിസിസ് ചെയ്യുന്നവർ ഇക്കാര്യം മനസ്സിൽ വെക്കുക. AIയും നിങ്ങളെ പറ്റിച്ചേക്കാം. മറ്റൊരു വ്യത്യാസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.